ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 13-ാം ഞായർ നാം ശ്രവിക്കുന്ന വചനഭാഗം മർക്കോസ് 5-ാം അധ്യായം 21 മുതൽ 43 വരെ വാക്യങ്ങൾ. ഈ വചനഭാഗത്ത് 2 അത്ഭുതങ്ങളുടെ വിവരണമുണ്ട്. ഒന്ന്, രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നു. 2, ജായറോസിന്റെ മകളെ യേശു ഉയർപ്പിക്കുന്നു. ജായറോസിന്റെ മകളെ സുഖപ്പെടുത്തുന്ന സംഭവവുമായി 12 വർഷം രക്തസ്രാവ രോഗമുള്ള ഒരു സ്ത്രീ സുഖപ്പെടുന്ന സംഭവത്തെ മർക്കോസ് ബന്ധിപ്പിക്കുകയാണ്. രക്തസ്രാവക്കാരി സുഖം പ്രാപിക്കുന്നത് യേശു ജായറോസിന്റെ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്ന വേളയിലാണ്. ജായറോസ് ഒരു ഉന്നത അധികാര ശ്രേണിയിൽ ഉൾപ്പെട്ട സിനഗോഗ് അധികാരിയാണെങ്കിൽ രക്തസ്രാവക്കാരി അനാമികയാണ്, വിത്തൗട്ട് എ നെയിം. അവളുടെ ദൈർഘ്യമേറിയ രോഗാതുര ജീവിതവും 12 വർഷം, അത് അവളെ കൊണ്ടെത്തിച്ച സാമ്പത്തിക ഞെരുക്കവും അവളുടെ ജീവിതത്തിൻ്റെ ദുരന്ത മുഖത്തെ എടുത്തു കാണിക്കുകയാണ്. രക്തസ്രാവമുള്ളയാളുമായുള്ള സാമീപ്യം മറ്റുള്ളവരെ പോലും ആചാരപരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അശുദ്ധരായി ഗണിക്കപ്പെട്ടിരുന്നു. ലേവ്യർ 15:19 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. ആയതിനാൽ കുഷ്ഠരോഗിയെ പോലെ തന്നെ ഈ സ്ത്രീയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളായിരുന്നു. കുഷ്ഠരോഗി യേശുവിൻ്റെ സ്പർശനത്തോടെ സൗഖ്യം പ്രാപിച്ച് സമൂഹത്തിന്റെ ഭാഗമാകുമ്പോൾ, ഈ സ്ത്രീ ആകട്ടെ യേശുവിനെ സ്പർശിച്ച് സുഖം പ്രാപിക്കുകയും സമൂഹത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. യേശുവിൽ നിന്ന് പ്രവഹിച്ച ശക്തിയാണ് അവളുടെ സൗഖ്യത്തിന് നിദാനമായി ഭവിക്കുന്നത്. ഈ തിരിച്ചറിവ് 2 പേരെയും, യേശുവിനെയും സ്ത്രീയെയും, തികച്ചും വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചയിലേക്ക് നയിക്കുകയാണ്. മകളെ എന്ന് വാത്സല്യത്തോടെ വിളിച്ചുകൊണ്ട് അവളുടെ വിശ്വാസമാണ് അവൾക്ക് സൗഖ്യം കൊടുത്തതെന്ന് യേശു പ്രഖ്യാപിക്കുകയാണ്. യേശുവുമായുള്ള ഒരു വ്യക്തിയുടെ ബന്ധം ആ വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് കാരണമായി തീരുന്നു. വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒരുവൾ സ്വീകാര്യമായി തീരുകയാണ്. രക്തസ്രാവക്കാരിയായ സ്ത്രീയുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായൊരു സാമൂഹിക പശ്ചാത്തലം ജായറോസിനുമുണ്ട്. സാമൂഹികമായും സാമ്പത്തികമായും ത്തിൽ നിലനിൽക്കുന്ന സിനഗോഗ് അധികാരിയായ ജായറോസ് സമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ്. സാധാരണക്കാരായ പലരും ജായറോസിൽ നിന്നും സഹായം യാചിച്ചിട്ടുണ്ടാകാം. അങ്ങനെയെങ്കിൽ തൻ്റെ പുത്രിയെ സുഖപ്പെടുത്തുവാൻ യേശുവിൻ്റെ അടുക്കലേക്ക് യാചനയുമായി ദൂതരെ അയക്കാമായിരുന്നു. എന്നാൽ ജായറോസ് നേരിട്ട് അപേക്ഷയുമായി യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നു. യേശുവിൻ്റെ കാലിൽ വീഴുന്ന ജായറോസിന്റെ അവസ്ഥ രക്തസ്രാവക്കാരിയുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമല്ല. കൂടാതെ യേശു സൗഖ്യദായകനാണെന്ന ധാരണ ജായറോസിലും പ്രകടമാണ്. ഇതേ സമീപനമാണ് യേശുവിനെ കുറിച്ച് സ്ത്രീക്കും ഉണ്ടായിരുന്നത്. ജായറോസിന്റെ മകളെ യേശുവിൻ്റെ കരസ്പർശനത്തിലൂടെ സൗഖ്യപ്പെടുത്തുവാനുള്ള യാത്രയിൽ തടസ്സം സംഭവിക്കുന്നു. സിനഗോഗ് അധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു, നിന്റെ മകൾ മരിച്ചു. യേശുവിനെ സ്പർശിച്ച് സൗഖ്യം നേടുന്നതിൽ സ്ത്രീക്കും രക്തസ്രാവമെന്ന തടസ്സം ഉണ്ടായിരുന്നു. എങ്കിലും സ്ത്രീ യേശുവിലുള്ള സൗഖ്യദായകമായ ശക്തിയിൽ ഉറച്ചു നിന്നതുപോലെ ജൈറോസും
ഈ വിശ്വാസത്തിൽ നിലകൊള്ളുന്നു. ഫലമോ ജൈറസിൻ്റെ മൃതയായ മകളെ യേശു ജീവനിലേക്ക് കൈപിടിച്ച് ഉയർത്തുകയാണ്. ഈ രണ്ട് സൗഖ്യങ്ങളും യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ അനന്തരഫലങ്ങളാണ്. വിശ്വാസത്തിൻ്റെ സത്ഫലങ്ങളായി സംഭവിക്കുന്ന രണ്ട് സൗഖ്യങ്ങളും മറ്റു ചില കാര്യങ്ങൾ കൂടി വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അവയിൽ ശ്രദ്ധേയമായത് രണ്ട് സംഭവങ്ങളുടെയും പ്രമേയം സ്ത്രീകൾക്ക് ലഭിക്കുന്ന രോഗശാന്തി എന്നതാണ്. ഇരുവരുടെയും രോഗാവസ്ഥ ഗുരുതരമാണ്. രണ്ടുപേരും ആശയറ്റവരുമാണ്. യേശുവിൻ്റെ സാമീപ്യവും സ്പർശനവും അനുഭവിച്ചുകൊണ്ടാണ് ഇവർ സൗഖ്യം പ്രാപിക്കുന്നത്. മറ്റൊരു സവിശേഷത, ശിഷ്യരുടെ സാന്നിധ്യത്തിലാണ് യേശു രണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതിലൂടെ താൻ ക്രിസ്തുവാണെന്ന് ശിഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്രകാരം യേശു ഈ സംഭവങ്ങൾ ശിഷ്യത്വത്തിൻ്റെ പാഠമാക്കുകയും ചെയ്യുന്നു. ഈ അത്ഭുതങ്ങൾ ഇനിയും ബോധ്യപ്പെടുത്തുന്ന കാര്യം ദൈവരാജ്യത്തിൻ്റെ മൂർത്തിഭാവമായ യേശു അനുഗ്രഹത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും ജീവന്റെയും ഉറവിടം കൂടിയാണ് എന്നുള്ളതാണ്. അപ്രകാരം യേശു താൻ വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം മാനവ സമൂഹത്തിലേക്കും അവരുടെ ജീവിത അനുഭവങ്ങളിലേക്കും കൊണ്ടുവരുന്നു. ചുരുക്കത്തിൽ ഈ രണ്ട് സംഭവങ്ങളും സൗഖ്യത്തിനപ്പുറത്തേക്ക് വ്യാപിക്കുന്നു. ദൈവരാജ്യ സ്ഥാപനം, അതാണ് ഇതിൻ്റെ പ്രമേയം. പ്രിയമുള്ളവരെ, ഈ വിവരണം യേശുവിൻ്റെ ശുശ്രൂഷയിലെ ഒരു പൊതു മാതൃകയെ പ്രതിഫലിപ്പിക്കുകയാണ്. പ്രഘോഷണം, എതിർപ്പ്, പുനഃസ്ഥാപനം. ഈ മാതൃക യേശുവിൻ്റെ ജീവിതം, മരണം, പുനരുദ്ധാനം എന്നിവയിൽ പോലും നമുക്ക് കാണാൻ കഴിയും. യേശു സദ്വാർത്ത പ്രഘോഷിച്ചു. നേതാക്കന്മാരാൽ മരണം വരെ എതിർപ്പ് നേരിട്ടു. എങ്കിലും പിതാവിൻ്റെ ഏകപുത്രൻ എന്ന നിലയിൽ തൻ്റെ ശരിയായ സ്ഥാനത്ത് അവിടുന്ന് പുനഃസ്ഥാപിക്കപ്പെട്ടു. ക്രൈസ്തവരായ നമുക്കും അവിടുന്ന് അതുതന്നെ വാഗ്ദാനം ചെയ്യുന്നു. സദ്വാർത്ത പ്രഘോഷിക്കുന്ന നാമും എതിർപ്പുകൾ നേരിടുമെങ്കിലും പിതാവിൻ്റെ മക്കളായി നാമും പുനഃസ്ഥാപിക്കപ്പെടും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.